ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരു ഉള്ളിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് റീസൻസും കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് അതൊന്ന് കോരിയെടുക്കുക. അതൊന്ന് കോരി മാറ്റി വെച്ചതിന് ശേഷം നമ്മളതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. 1/2 ലിറ്റർ മിൽമേൻ്റെ പാലാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പാൽ നമ്മൾ ആകെ 1/2 ലിറ്റർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ തേങ്ങാപ്പാലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം 1 കപ്പ് തേങ്ങയുടെ 1/4 പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തേങ്ങയുടെ 1/4 പാൽ അതൊന്നും നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് വറുത്ത സേമിയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഡബിൾ ഹോഴ്സിൻ്റെ വറുത്ത സേമിയാണ്. ഒരു 1.5 കപ്പോളം വറുത്ത സേമിയ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കൈവിടാതെ ഇളക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പായസം അതിൻ്റേതായ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക. പായസത്തിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കൈവിടാതെ ഇളക്കി നന്നായിട്ട് വെന്ത് വരുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ആയി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. മിൽക്ക് മെയ്ഡ് നമ്മൾ അതിലേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ മിൽക്ക് മെയ്ഡാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മധുരം നോക്കി മിൽക്ക് മെയ്ഡ് ഒഴിച്ച് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അതൊന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങയുടെ 2ാം പാലാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരുമ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ നമ്മുടെ പായസം തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുകയാണെങ്കിൽ നല്ല സ്വാദുണ്ടാവും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.